ഗാസയിൽ മരിച്ച അവസാന ബന്ദിയുടെയും മൃതദേഹം കണ്ടെത്തിയതായി ഇസ്രായേൽ സേന. റാനി ഗുലി എന്ന ബന്ദിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഞായറാഴ്ച രാവിലെയോടെയായിരുന്നു ഒരു ശ്മശാനത്തിൻ്റെ ഭാഗത്ത് നിന്നും ഗ്വാലിയുടെ മൃതദേഹം ഇസ്രായേൽ സേന കണ്ടെത്തിയത്. ഇത് വലിയ നേട്ടമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഗാസ ഈജിപ്റ്റ് അതിർത്തി തുറക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു. אני שמח לבשר לאזרחי ישראל, לעם ישראל, כפי שבישרתי עכשיו, משפחת גמילי, כוחותינו מצאו את רני. הוא כרגע בדרך הביתה. זה הישג בלתי רגיל של מדינת ישראל. הבטחנו, אני הבטחנו, להחזיר את כולם. החזרנו את כולם, עד האחרון שבו. רני, גיבור ישראל, נכנס ראשון, יצא האחרון, שב הביתה. ഐസൺ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഐസൺ, ഈ ഇസ്രായേൽ ഈജിപ്റ്റ് അതിർത്തി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത്? ഒപ്പം ഈ ബന്ദിയുടെ മൃതദേഹം കിട്ടിയതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി പറയും. ഗൗതം, തീർച്ചയായും ഇസ്രായേൽ ഈജിപ്റ്റ് അതിർത്തി, ഗാസ ഈജിപ്റ്റ് അതിർത്തി, റഫ അതിർത്തി തുറക്കുന്നത് സംബന്ധിച്ചുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ ലഭ്യമാകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. നമുക്കറിയാവുന്നതാണ്, അവസാനത്തെ ബന്ദിയുടെ മോചനം അല്ലെങ്കിൽ ബന്ദിയുടെ മൃതദേഹം കൂടി ലഭ്യമായാൽ തങ്ങൾ റഫ അതിർത്തി തുറക്കുക, അത്തരത്തിലുള്ള ഒരു ലിബറലായ സമീപനം ഗാസയിൽ നടത്തുമെന്ന ഒരു നിലപാട് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ നമ്മൾ വാക്കുകൾ കേട്ടത്. അവസാനത്തെ ഒരു അവിടെ ബന്ദിയായി കഴിഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ മൃതദേഹം റാൻ ഗുലി എന്ന് പറയുന്ന ഒരു ഇസ്രായേൽ പൗരൻ്റെ മൃതദേഹമാണ് ഇന്നലെ കണ്ടെത്തിയത്. ഇസ്രായേൽ പ്രതിരോധ സേനയും മറ്റ് സംവിധാനങ്ങളും ഹമാസ് ഉൾപ്പെടെ അതിന് പൂർണ്ണമായും സഹകരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത്തരത്തിൽ അത് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഹമാസിൻ്റെ ഭാഗത്തു നിന്നും പൂർണ്ണ സഹകരണം ഉണ്ടാവുകയും ചെയ്തു. അത്തരത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട, അല്ലെങ്കിൽ 3 വർഷത്തോളം മുമ്പ് ഏതാണ്ട് 2 വർഷത്തോളം മുമ്പ് കൊല്ലപ്പെട്ട അദ്ദേഹത്തെ, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന അദ്ദേഹത്തെ മൃതദേഹം ഇപ്പോൾ ഇസ്രായേലിൽ എത്തിച്ചു. അവിടെ മരിച്ച, അതായത് ഗാസയിൽ മരിച്ച എല്ലാ ബന്ദികളെയും അവരുടെ മൃതദേഹം അവരുടെ ബന്ധുക്കൾക്ക് ഇസ്രായേലിലെ പുണ്യഭൂമിയിൽ സംസ്കരിക്കാൻ ഇടം നൽകുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു, അമേരിക്കൻ പ്രസിഡന്റ് എല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ വാക്ക് പാലിച്ചു എന്നാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അത് വലിയൊരു നേട്ടം തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് റഫ അതിർത്തി തുറക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നത് എന്നാണ് അദ്ദേഹം അറിയിച്ചത്. മറ്റൊരു സുപ്രധാന വിഷയം ഈ വാർത്തയോടുകൂടി അനുമാനിക്കാവുന്നത്, അല്ലെങ്കിൽ വിരൽ ചൂണ്ടുന്നത്, 2ാം ഘട്ട സമാധാന ചർച്ചകൾ ഗാസയിൽ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്നതാണ്, പീസ് കമ്മിറ്റിയൊക്കെ നിയോഗിക്കുന്ന, അല്ലെങ്കിൽ ഒരു പീസ് സമാധാന സംവിധാനങ്ങളൊക്കെ ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ ടോണി ബ്ലെയർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ഒരു പീസ് കമ്മിറ്റി സ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. ആ നീക്കങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം പകരുന്നതാണ്. അതായത് നിലവിലെ സൈനിക പിന്മാറ്റത്തിൽ നിന്നും വെടിനിർത്തലിൽ നിന്നും വീണ്ടും സൈനിക പിന്മാറ്റത്തിൻ്റെ പൂർണ്ണതയിലേക്കും അതുപോലെ തന്നെ ശാശ്വതമായൊരു പരിഹാരത്തിലേക്കും കാര്യങ്ങൾ പോകുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് അവസാന മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. ഇപ്പോൾ ആ മൃതദേഹം അദ്ദേഹത്തിൻ്റെ, അതായത് റാൻ ഗുലിയുടെ വീട്ടുകാർക്ക് കൈമാറുകയും അവർ അത് സംസ്കരിക്കുകയും ചെയ്യുന്നതോടെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്യും. അതോടുകൂടി റഫ അതിർത്തി തുറക്കുന്ന ഉൾപ്പെടെയുള്ള നീക്കങ്ങളും 2ാം ഘട്ട സമാധാന ധാരണകളുടെ ഭാഗമായുള്ള നീക്കങ്ങളും നടക്കുമെന്നാണ് ഏറ്റവും സുപ്രധാനമായൊരു ഘടകം. അത് പശ്ചിമേഷ്യയിലെ സമാധാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകവും ഏറെ പ്രാധാന്യമർഹിക്കുന്നതുമാണ്. 2ാം ഘട്ട സൈനിക പിന്മാറ്റം, അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നു. 3ാം ഘട്ടത്തിൽ ഗാസയുടെ പുനർനിർമ്മാണം നടക്കുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ, അമേരിക്കൻ പ്രസിഡന്റ് എല്ലാം തന്നെ സൂചിപ്പിച്ചത്, ഒരു സ്വതന്ത്ര നിയന്ത്രണ സംവിധാനമുള്ള ഒരു ഭരണകൂട സംവിധാനം ഗാസയിൽ നിലവിൽ വരും. പക്ഷേ അതിൽ പാലസ്തീൻ്റെ സാന്നിധ്യം ഉണ്ടാകില്ല എന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു സംവിധാനത്തെ ഭരണമേൽപ്പിക്കുകയും 3ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. നിലവിൽ 2ാം ഘട്ടത്തിലേക്ക് കടക്കാനുള്ള എല്ലാ സാധ്യതകളും തുറക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഈ ഒരു റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത്. തീർത്തും പശ്ചിമേഷ്യയിലെ ഒരു സമാധാന പുനഃസ്ഥാപനത്തിൽ നിർണായകമാണ്, ദുഃഖകരമെങ്കിലും ഇത്തരത്തിലൊരു ബന്ദിയുടെ അവസാന മൃതദേഹം കൂടി കണ്ടെത്തുകയും ചെയ്തത്. നിലവിൽ പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചകൾക്ക് ഊർജ്ജം പകരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചകൾ മറ്റൊരു വഴിയിലേക്ക്, 2ാം ഘട്ടത്തിലേക്ക് കാര്യക്ഷമമായി മുന്നേറുന്നു. പശ്ചിമേഷ്യയിൽ 2023 ആരംഭിച്ച, അല്ലെങ്കിൽ ഇസ്രായേൽ ഗാസ യുദ്ധത്തോടുകൂടി ആരംഭിച്ച സംഘർഷത്തിനെ ഒരു താൽക്കാലികമായെങ്കിലും അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലം ഈ 2026 ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായ ഘടകം. വളരെ അനുകൂലമായ അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ്. അവസാനത്തെ ബന്ദിയുടെയും മൃതദേഹം ലഭിക്കണം എന്നുള്ളത് ഇസ്രായേൽ എടുത്ത ഒരു കടുത്ത തീരുമാനമായിരുന്നു. എന്തായാലും അവസാനത്തെ ബന്ദിയുടെയും മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രതീക്ഷ നൽകുന്ന വാർത്ത.